ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ജാബിർ റളിയല്ലാഹു തആല അൻഹുവും ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുകയായിരുന്നു. യാത്രാമധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ജാബിറെ, നിൻ്റെ ഒട്ടകത്തെ എനിക്ക് വിൽക്കുമോ? ജാബിർ റളിയല്ലാഹു അൻഹുവിന് തൻ്റെ ഒട്ടകത്തെക്കുറിച്ച് നന്നായി അറിയാം. അതൊരുപാട് ക്ഷീണിച്ചതാണെന്നും അതിനൊരുപാട് പ്രായം ചെന്നതാണെന്നും മാർക്കറ്റിൽ അതിന് വലിയ ഡിമാൻഡൊന്നുമില്ല എന്നും. ജാബിർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ, എൻ്റെ ഒട്ടകത്തെ അങ്ങൾക്ക് വിൽക്കാനോ? എൻ്റെ ഒട്ടകം അങ്ങയ്ക്കുള്ളതാണ്, അങ്ങ എടുത്തോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സാമ്പത്തികമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ അറിയുന്ന ആളാണ്. ഇതറിഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ജാബിറെ, നിൻ്റെ ഒട്ടകത്തെ എനിക്ക് വിൽക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജാബിർ റളിയല്ലാഹു അൻഹു അപ്പോഴും പറയുന്നുണ്ട്, നബിയെ, ഈ ഒട്ടകം അങ്ങേക്കുള്ളതാണ്, എൻ്റെ സമ്മാനമായി സ്വീകരിച്ചാലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് വഴങ്ങി അവസാനം 40 ദീനാറിന് കച്ചവടം ഉറപ്പിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ജാബിർ റളിയല്ലാഹു അൻഹുവും ഒട്ടകവുമായി മദീനയിലെത്തിയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ, ജാബിറിന് 40 ദീനാർ കൊടുത്തേക്കും, കൂടെ ഈ ഒട്ടകത്തെയും അദ്ദേഹത്തിന് കൊടുത്തേക്കും. തൻ്റെ പ്രിയ സുഹൃത്തിൻ്റെ മുഖത്തു നിന്നും അയാൾ അനുഭവിക്കുന്ന ഹൃദയവേദന ഒന്നും പറയാതെ തന്നെ വായിച്ചെടുക്കാവുന്ന ഏറ്റവും നല്ല സുഹൃത്തിൻ്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.